My predecessor has gone up to isomerism. But still, I'll start with isomerism. What is isomerism? എന്നാ പിന്നെ സ്വീകരണം കൊടുക്കാല്ലേ? Simply a molecular formula is not the last word about an organic compound. The same set of atoms can be arranged in a number of ways to make more than one organic compound. For example, C4H10 is the molecular formula for butane. എന്താ ഇവിടെ? എന്താ ചോദിച്ചേ? മിസ്റ്റർ നന്ദൻ, what the hell is going on here? I don't know. I think you know better than me about these girls. പുതിയ സാറിന് സ്വീകരണം കൊടുത്തതാ ആചാരവെടി. തോക്കില്ലാത്തോണ്ട് പടക്കം. ആഹാ, അത്രക്കായ. ആരാ ഇത് ചെയ്തത്? എനിക്കത് ഇപ്പൊ അറിയണം. ഒരു പുതിയ സാറ് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഈ കോളേജിൽ ഒരു സൽപ്പേരുണ്ട്, ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ശ്രമിക്കുക. ആരാ ഇത് ചെയ്തതെന്നാ ചോദിച്ചത്? 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കോളേജില്. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് മാത്രമാണല്ലോ കംപ്ലൈന്റ്. അറിഞ്ഞോണ്ടായിരുന്നല്ലേ ഞങ്ങൾ എന്ത് പണിഷ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കോളേജിലേക്ക് ഇറങ്ങാൻ നേരത്താ ഡാഡിയുടെ കത്തും പാഴ്സലും വന്നത്. ദീപാവലി അല്ലേ, മൂക്കും കൂട്ടാറും കത്തിക്കാൻ ഇത്ര പടക്കം അയക്കുന്നു എന്ന് കത്തിൽ എഴുതിയിരുന്നു. ഇവിടെ ഞാൻ കിട്ടാത്തൊരു സാധനമാണോ പടക്കം? പടക്കം വാങ്ങാൻ പണം അയച്ചാ പോരെ ഡാഡിക്ക്? ഒരു അബദ്ധം എനിക്ക് പറ്റി മാഡം. ഞാനത് ക്ലാസ്സിന് ശേഷം തുറന്നു നോക്കിപ്പോയി. പക്ഷെ ആ നേരത്തെ എവിടുന്നാ സ്പാർക്ക് ഒന്നും എനിക്കറിയില്ല. എന്റെ കഷ്ടകാലം. പടക്കം അങ്ങ് പൊട്ടി. ഡാഡിയാണ് സത്യം. ഇതാണ് സംഭവിച്ചത്. ഡാഡി എഴുതിയ കത്തിഞ്ഞെടുക്കൂ, കാണട്ടെ. പടക്കത്തിനൊപ്പം അതും കത്തിപ്പോയി. ഈ ബ്ലണ്ടേഴ്സ് ഒന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയല്ലോ മാഡം. നോ, ഞാൻ ഒരു ചാൻസ് കൂടി തരുന്നു. ഇനി ചെറിയൊരു കംപ്ലൈന്റ് കിട്ടിയാൽ മതി. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല, മനസ്സിലായോ? കഴിക്കാൻ എന്തെങ്കിലും വാതില് വേണ്ടെങ്കിൽ അതങ്ങ് മാറ്റാം. എന്തിനാ ദിവസം അതിങ്ങനെ ചവിട്ടി പൊളിക്കുന്നേ? എന്നും ചവിട്ടിയാലല്ലേ എന്നും ചേർത്തിട്ട് തെറിയേക്കാൻ പറ്റൂ. അറിഞ്ഞോ വിശേഷം? അറിഞ്ഞില്ല. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പടക്കം പൊട്ടി. അതാണ് അരി കൈകിടുമ്പോ പൊട്ടോന്നൊരു ശബ്ദം ഞാൻ കേട്ടത്. എങ്ങനെ? ആചാരവെടി. ഞങ്ങളുടെ പുതിയ കെമിസ്ട്രി സാറിനൊരു വാം വെൽക്കം. നോക്കിക്കോ നോക്കിക്കോ, കുട്ടിയുടെ തോന്നിയാസം മുഴുവനും ഞാൻ അപ്പച്ചനെ എഴുതി അറിയിക്കുന്നുണ്ട്. കുഞ്ഞുമോട് അപ്പച്ചൻ ഏർപ്പാടാക്കിയ ആളാണെന്ന് വെച്ച് അങ്ങനെ കുഞ്ഞുമോളെ മാത്രമായിട്ട് നന്നാക്കലൊന്നും വേണ്ട. ഗുണദോഷിക്കുമ്പോ ഞങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. കാരണം ഞങ്ങൾക്ക് നന്നാവണം. എന്നാ എല്ലാരും നിരന്നിരിക്കെ, ഞാൻ കുറച്ചു നേരം ഗുണദോഷിക്കാം. ഗുണദോഷിക്കാൻ പറ്റിയ ചരക്ക് പോയി കഴിക്കാൻ വല്ലതും എടുക്കുക കളവി. ദേ, എന്നെ കേവിന്ന് വിളിക്കരുത്. അത് മാത്രം എനിക്ക് പിടിക്കില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചാലേ നിങ്ങളെപ്പോലെ 3-4 എണ്ണത്തിന് പെറണമല്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കല്യാണം പോലും കഴിക്കാതെ കന്യായിട്ട് നിൽക്കുന്നത്. ശരി കന്യാമറിയാമേ, പോയി കാപ്പി എടുത്ത് വെക്ക്. മുകളിലത്തെ വീട്ടിൽ വേറെ ആള് വന്നോ? ഒരു പാന്റ് കയറും കയറി പോന്നു. എന്റെ അമ്മേ, നമ്മുടെ പടക്കം. ആരാ ഉഞ്ഞാത്? പടക്കം തെറ്റത് കാരണം ഇനി ഒരുപാട് പടക്കം പൊട്ടും ചേർത്തി ഇവിടെ. ഇത് തന്നെ ഞങ്ങളുടെ സ്വീറ്റ് സ്മാർട്ട് ഹാൻഡ്സം കെമിസ്ട്രി സർ. അങ്ങേരുടെ ജാതകത്തിലെ ഇപ്പൊ കണ്ടക ശനിയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് ചാടുവോ? മാഷേ, ഉച്ചയ്ക്ക് ശേഷം സാറ് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടായി കഴിക്കണ്ടേ? എന്ത് കഴിക്കാൻ? ഞാൻ സാറിനോട് പറഞ്ഞല്ലേ എന്ത് വേണേലും താഴെന്നാവാന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ആർക്ക്? എന്റെ സാറേ, എനിക്കും രഹനക്കും വേണ്ടി എന്തായാലും അടുപ്പ് കത്തിക്കണം. ആ കൂട്ടത്തിൽ ഒക്കെ വാങ്ങിച്ചു അല്ലേ? നിങ്ങളൊരു മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അതല്ല, ഭക്ഷണ കാര്യത്തിൽ എനിക്ക് എന്റേതായ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, രഹനയ്ക്കുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഓരോ വ്യക്തിക്കുണ്ട്. എന്ന് വെച്ച് എല്ലാവരും തന്നെത്താൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടോ? ഇതേ ചായ. എനിക്ക് ചായ വേണ്ട. എന്താ, മുസ്ലിം ചായ കുടിക്കില്ലേ? അതല്ല, പുറത്തുനിന്ന് ചായ കഴിച്ചിട്ടാ വന്നത്. എന്നാൽ ഒരു ചായ കുടിക്കാം. ഒരു സഹവീടന്റെ അവകാശമാണത്. സാറിന്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഇത്രയും പ്രായമായിട്ടും? എത്രയും പ്രായമായിട്ടും? അല്ല, സാറിന് എന്റെ പ്രായം സംശയമാണ്. മിസ്റ്റർ റഹ്മാൻ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 5 വർഷം ആവുന്നു. കുട്ടികൾ? ഇല്ല, വേണ്ടെന്ന് വെച്ചതാണ്. ഒരു 15 വർഷത്തേക്ക്. 15 വർഷത്തേക്ക്? അതിനെന്താ ഇത്ര ചിരിക്കാൻ? അല്ല, ദിനം പ്രതി വില കയറുന്ന ബേബി ഫുഡ്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സ്കൂൾ ഫീസ്,
പിന്നെ തുണി മണി ചപ്പ് ചവറ്. ഇനിയുള്ള കാലത്ത് ഒരു കൊച്ചിന്റെ ബാപ്പയാവോ ഉമ്മയാവോ എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്ന. നടക്കൂല സാറേ. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണത്തിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ലേ? എന്നാലേ സാറിനോട് ഞാനിനി നേര് പറയാം. എനിക്കും രഹനയ്ക്കും ഒരു ദിവസം പോലും വേർതിരിഞ്ഞ് ജീവിക്കുന്നത് ഇഷ്ടമല്ല. പ്രഗ്നന്റ് ആയാൽ ലീവ് എടുക്കണം, പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞൊരു 3 മാസം വേറെ, അങ്ങനെ ഒരു 6 മാസം യാതൊരു ആക്ടിവിറ്റി ഇല്ലാതെ ജീവിക്കണേ. ഏത് സാറിന് മനസ്സിലായോ? നമുക്കൊക്കെ വേറെ എന്റർടൈൻമെന്റ്. അതുകൊണ്ടാണ് കൊച്ചുങ്ങൾ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾക്ക് കൊച്ചുങ്ങളില്ലെങ്കിലും കൂട്ടിന് സംഗീതമുണ്ട്. മനസ്സിലായില്ല അല്ലേ? ഞാൻ നല്ലൊരു പാട്ടുകാരനാണ്. കോളേജിലെ ഏത് പരിപാടിക്കും ഞാൻ പാടും. വേണേ ഇപ്പൊ പാടാം. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, ചന്ദനലേപ സുഗന്ധം മൈവർണ്ണച്ചപ്പു തുറന്നു കൊടുത്തത് യൗവനമോറുതു ദേവതയോ. മൈവർണ്ണ എന്താ രഹനെ? ചന്ദനലേപ സുഗന്ധം. ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ സാറിനോട് പാട്ട് പാടി കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചന്ദനലേപ സുഗന്ധം. അല്ല ഏതായാലും വിളിക്കല്ലേ ചെല്ല്. അല്ല, ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, അവൾക്ക് എന്നെ ഒരു നിമിഷം പിരിഞ്ഞിരുന്നൂടാ. ഞാൻ ബാക്കി വന്ന് പിന്നെ പാടാം. എന്താ രഹനെ? നിങ്ങൾക്ക് എന്നെ ദ്രോഹിച്ച പോരെ? അങ്ങേര് വന്നു കയറിയല്ലേ ഉള്ളൂ, ഉടനെ തൊള്ളേം തുറന്ന് അങ്ങോട്ട് പായണോ? പാട്ട് പാടുന്ന ക്രിമിനൽ കുറ്റ? നിങ്ങൾ പാടുമ്പോ അത് അങ്ങനെ തന്നെയാ. ഇങ്ങോട്ട് വന്നേ. എന്താ രഹനെ നീ പറയുന്നത്? കഴിഞ്ഞ കൊല്ലത്തെ കോളേജ് ഡേക്ക് ഇതേ ചന്ദനലേപ സുഗന്ധം പാടിയപ്പോ എന്തായിരുന്നു കയ്യടി? ആ, കയ്യടി 2 രീതിയിലുണ്ട്. ഒന്ന് പ്രോത്സാഹനം, മറ്റേ നിർത്തിയിട്ട് പോടാന്ന അർത്ഥത്തില്. നിങ്ങൾക്ക് കിട്ടിയ കയ്യടി 2ാമത്തെ വകുപ്പിൽപ്പെടും. അതെനിക്കൊരു പുതിയ അറിവാ. ഇവിടെ ഇരിക്കും. ശബ്ദം കുറച്ച് തന്നിത്താൻ പാടി സ്വയം രസിക്കും. എങ്കിൽ നീ ഇരിക്കും, നമുക്കൊരു യുഗ്മഗാനം പാടാം. വല്ലവരും കാണും. കാണട്ടെ. ഞാൻ നന്ദ സാറിനോട് നമ്മുടെ ജീവിത രഹസ്യം മുഴുക്കെ അങ്ങ് പറഞ്ഞു. എന്ത് രഹസ്യം? കൊച്ചുങ്ങൾ ഇപ്പോഴൊന്നും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചില്ലേ, അതിന്റെ കാരണം. അയ്യോ, ഈ മനുഷ്യൻ. ഇനി ഞാൻ എങ്ങനെ സാറിന്റെ മുഖത്ത് നോക്കും? നീ എന്തിനാ ആ സാറിന്റെ മുഖത്ത് നോക്കുന്നത്? നിനക്ക് നോക്കാനല്ലേ മനോഹരമായ ഈ മുഖം. നോക്ക്, ഇതാ നോക്ക്. ഇതെന്താ സാർ തേനീച്ച വളർത്തുന്നുണ്ടോ? സാറ് തേനീച്ചയെ വളർത്തും, ഉറുമ്പിനെ വളർത്തും, കുരങ്ങിനെ വളർത്തും. അത് സാറിന്റെ ഇഷ്ടം. നിങ്ങൾക്കെന്താ? സാറ് പാവായതുകൊണ്ട് കളിച്ചു നോക്കുന്നതാണ്. എന്നെ ഇവളുമാർക്ക് ഭയങ്കര പേടിയോ, വിരട്ടിക്കളഞ്ഞ. റഹ്മാൻ സാർ എന്ന ഫുൾ ഷൈനിങ്ങിലാണല്ലോ. ഇന്ന് ക്ലാസ്സിൽ കാണിച്ച തോന്നിയാസത്തിന് പ്രിൻസിപ്പൽ വെറുതെ വിട്ടെന്ന് കരുതി അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലുണ്ടല്ലോ. കേട്ടോ സാർ, സാധാരണ ഞങ്ങൾ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ അകത്ത് കയറി വിളിക്കാറുള്ള ആളായത്. ഞാനോ? ഞങ്ങൾ ഞങ്ങളുടെ കെമിസ്ട്രി സാറിനോട് സംസാരിക്കുന്നത്. സാർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. ആഹാ, എനിക്ക് മറ്റേ കാര്യം ഞങ്ങൾ റേന ടീച്ചറോട് പറയും. ഇവിടുത്തെ ബാത്റൂം എവിടെ? ഞാൻ മൂത്രം വെച്ചിട്ട് വരാം. ചുമ്മാതാ ഇവിടെ നോക്കി കണ്ണിറുക്കി കാണിച്ചു എന്നൊരു കള്ളക്കഥ. ഞങ്ങളെ സഹായിക്കണോ സാർ? സഹായം വേണമെന്ന് തോന്നുന്നു വിളിക്കാം. മതി, ഞങ്ങൾ എപ്പോഴും റെഡി. ഓൾവേസ് അറ്റ് യുവർ സർവീസ്. പടക്കം പൊട്ടിച്ചു എന്ന് കരുതി ഞങ്ങളത്ര മോശം പിള്ളേരൊന്നും അല്ല കേട്ടോ സാർ. മോശം പിള്ളേർ നന്നാക്കാനുള്ള ചെറിയ വിദ്യകളൊക്കെ എനിക്ക് വശമുണ്ട്. ഞാനേ മാർക്കറ്റിൽ പോവാ. ചേർത്തേ മുറുക്കാൻ വാങ്ങിക്കാൻ മറക്കല്ലേ. പിന്നെ പുകയെല്ലാം നല്ല നോക്കി വാങ്ങണം. ഓ, സാറ് മുറുക്കുവോ? ഞാൻ മുറുക്കി അഴിക്കുകയോ ഒക്കെ ചെയ്യും. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അണ്ടർസ്റ്റാൻഡ്? Then get lost. താങ്ക് യു സാർ. പോയോ? ബാത്റൂമിന് കൊളുത്തില്ല അല്ലേ? സാറല്ലേ പറഞ്ഞു സാറിന് അവർക്ക് ഭയങ്കര പേടിയാണെന്ന്. പക്ഷെ സാറിനെ അവർക്ക് പേടിയില്ലല്ലോ. സാറിന്റെ കൂടെ നിന്നതുകൊണ്ട് എന്നെ അവർ പേടിച്ചില്ല. ഞാൻ തനിച്ചായിരിക്കണം, അപ്പൊ എന്നെ ഭയങ്കര പേടിയാ. കുറച്ച് ബിസിയാണ് ഞാൻ, താഴെ കുറച്ച് busy.